കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തുന്ന 57-കാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും കവർന്നു. യുവതികളടക്കമുള്ള 8-അംഗ സംഘം പിടിയിൽ. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോളഴി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ CPM കൊട്ടേക്കാട് ലോക്കൽ സെക്രട്ടറി MD വികാസ് രാജിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വനിതാ പഞ്ചായത്ത് അംഗങ്ങളെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഒന്നാം പ്രതിയായ CPM കൊട്ടേക്കാട് ലോക്കൽ സെക്രട്ടറി MD വികാസ് രാജാണ് മർദ്ദിച്ചതെന്ന് കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് വിയ്യൂർ പോലീസിന് മൊഴി നൽകി. അക്രമ സംഭവത്തിൽ അറസ്റ്റ് ആവശ്യപ്പെട്ട് പത്രസമ്മേളനം നടത്തിയതിൽ പ്രകോപിതനായാണ് മർദ്ദനം. മുൻ LDF പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു വികാസ് രാജ്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ആവശ്യപ്പെട്ട് മർദ്ദനമേറ്റ വനിതാ അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചാണ് ഇന്നലെ സാബു തൃശൂർ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയത്. ഇതിനു പിന്നാലെ ഉച്ചയ്ക്ക് 1:30 ഇയാൾ ഓഫീസിൽ കയറി പ്രസിഡന്റിനെ മർദ്ദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 3-ാം ഊഴം പ്രതീക്ഷിച്ച LDFനെ പരാജയപ്പെടുത്തി UDF ഭരണം തിരിച്ചുപിടിച്ച പഞ്ചായത്താണിത്. പ്രസിഡന്റായതു മുതൽ എൻ.എ. സാബുവിനെ സമൂഹ മാധ്യമത്തിൽ ഇകഴ്ത്താൻ CPMന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി നടത്തുന്ന നീക്കങ്ങൾ പൊളിയുന്നതാണ് ലോക്കൽ സെക്രട്ടറിയുടെ പരാക്രമത്തിന് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തുന്ന 57-കാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും കവർന്ന് യുവതികളടക്കമുള്ള 8-അംഗ സംഘം പിടിയിൽ. 3 യുവതികളും 2 ട്രാൻസ്ജെൻഡർമാരും 3 യുവാക്കളും അടങ്ങുന്ന സംഘമാണ് പിടിയിലായത്. ഇവർ കർണാടക, തമിഴ്നാട് സ്വദേശികളാണ്. ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്തയാളുമാണ്. തന്റെ സ്വകാര്യ വീഡിയോ സ്പാ നടത്തിപ്പുകാരിയായ മുൻ തൊഴിലുടമയുടെ കയ്യിലുണ്ടെന്നറിഞ്ഞ യുവതി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കൂട്ടിയെത്തി വീട് കയറി ആക്രമിച്ചു. സ്വകാര്യ വീഡിയോകൾ കൈക്കലാക്കാൻ നടത്തിയ ശ്രമം പാളിയതോടെ വീട്ടുകാരിയെ ആക്രമിച്ച് സ്വർണവുമായി കടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതികളെ പിടികൂടി. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു തൃശൂരിലെ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയെ വീട് കയറി ആക്രമിച്ച് ഫോണുകളും പണവും സ്വർണവും അപഹരിച്ചത്. കർണാടക രജിസ്ട്രേഷനിലുള്ള കാറിൽ എത്തിയ 3 യുവതികളും 2 ട്രാൻസ്ജെൻഡർമാരും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘം ബംഗളൂരു, കോയമ്പത്തൂർ സ്വദേശികളായിരുന്നു. 1 മാസം മുമ്പാണ് യുവതി സ്പായിൽ ജോലി ചെയ്തിരുന്നത്. ബംഗളൂരു സ്വദേശിയാണിവർ. ജോലിയിൽ നിന്ന് പോയതിനു ശേഷമാണ് തന്റെ സ്വകാര്യ വീഡിയോകൾ സ്പാ നടത്തിപ്പുകാരിയുടെ കയ്യിലുണ്ടെന്ന് ഇവർ മനസ്സിലാക്കിയത്. തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംഘത്തെ കൂട്ടി തൃശൂരെത്തി അക്രമം നടത്തി മൊബൈൽ ഫോണും 20,000 രൂപയും സ്വർണ്ണാഭരണവും തട്ടിയെടുക്കുകയായിരുന്നു. വീട്ടുടമയായ സ്ത്രീ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പട്ടിക്കാട് നിന്നുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, തൃശൂർ. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി. കൊടുങ്ങല്ലൂർ പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് യുവരക്തത്തെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. നിശബ്ദ പ്രചരണവുമായി ജനീഷ് മണ്ഡലത്തിൽ സജീവമാണ്. TN പ്രതാപന് ശേഷം കൈവിട്ടുപോയ കൊടുങ്ങല്ലൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന നിയോഗം കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിട്ടില്ലെങ്കിലും ജനീഷ് തന്നെയാകും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. TN പ്രതാപൻ ഒഴിഞ്ഞ ശേഷം മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നത്. 2 വട്ടവും അവരെ തോൽപ്പിച്ചു മാർജിൻ ഉയർത്തി VR സുനിൽകുമാർ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, മേത്തല എന്നീ 2 പ്രദേശങ്ങൾ മാറ്റി നിർത്തിയാൽ പഴയ മാള മണ്ഡലത്തിലെ ആളൂർ ഒഴിച്ചുള്ള പഞ്ചായത്തുകളാണ് കൊടുങ്ങല്ലൂരിൽ ഉൾപ്പെടുന്നത്. ലീഡർ K കരുണാകരൻ പ്രതിനിധീകരിച്ച മണ്ഡലം എന്ന വൈകാരികത ഉള്ളതിനാൽ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന നിയോഗം പാർട്ടി ജനീഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിവിധ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് SIR പട്ടിക പരിശോധനയും
നിശ ക്യാമ്പുകളും OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ സന്ദർശിക്കാനും ജനീഷ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നും തുറന്ന പോരിന് യുവജനങ്ങളെ അണിനിരത്താമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷ ഒരുക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് തീരുമാനം. 2026 മാർച്ച് 15 മുതൽ 22 വരെ ആഘോഷിക്കുന്ന ഭരണി മഹോത്സവത്തിന് മുന്നോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പരിപൂർണ സുരക്ഷയും ശുദ്ധജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് തീരുമാനിച്ചു. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷ ഒരുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കുണ്ടറ ക്ഷേത്രത്തിന് ഉൾവശം ഭക്തജനങ്ങൾ കൂട്ടമായി എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ആവശ്യാനുസരണം പോലീസ് ഉദ്യോഗസ്ഥരെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിക്കും. കോഴി, വഴിപാട് സാധനങ്ങൾ എന്നിവ നിക്ഷേപിക്കുന്ന കുണ്ടറയിലും പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കും. ഭരണിയോടനുബന്ധിച്ച് സംഭാര ചുക്കുവെള്ള വിതരണവും ദേവസ്വം വകയായി നൽകും. 24 മണിക്കൂറും മെഡിക്കൽ ആംബുലൻസ് സേവനവും ഫയർഫോഴ്സ് സേവനവും ലഭ്യമാക്കും. മുനിസിപ്പാലിറ്റിയുടെ വകയായി വിവിധ സ്ഥലങ്ങളിൽ നിലവിലുള്ള ടോയ്ലറ്റുകൾ പ്രവർത്തനക്ഷമമാക്കും. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SHO അരുൺ, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK മനോജ്, ദേവസ്വം മാനേജർ K. വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, സത്യധർമ്മൻ അടികൾ, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V. സന്തോഷ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 36,77,46,100 രൂപ വരവും 33,98,33,400 രൂപ ചെലവും 2,79,12,700 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി അവതരിപ്പിച്ചു. നമ്മുടെ പുതിയ ഭരണസമിതി അധികാരമേറ്റിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെല്ലാ മേഖലയിലേക്കും ഫണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മൾ പാർപ്പിട മേഖലയിൽ ലൈഫായിട്ടും മെയിൻ്റെനൻസ്, ജനറൽ ലൈഫിൻ്റെ ജനറൽ എസ്, കൂടാതെ ഉൽപ്പാദന മേഖലകളിലും, അതായത് നെൽകൃഷി, ജാതികൃഷി, കിഴങ്ങുവർഗ്ഗ കൃഷി, അങ്ങനെ ഉൽപ്പാദന മേഖലകളിലും എല്ലാത്തിനും മുന്നിൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതലും നികുതി, അതുപോലെ വാടക, ലൈസൻസ്, ഈ ഇനത്തിൽ കിട്ടുന്ന ഫണ്ടുകളും പിന്നെ മറ്റ് കേന്ദ്ര ഫണ്ടുകളും ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഫണ്ടുകൾ, ബഡ്ജറ്റും അതുപോലെ നമ്മുടെ വികസന സെമിനാർ പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉൽപാദന മേഖല 97,49,760 രൂപ, ജലസംരക്ഷണം 63,56,800 രൂപ, ഭവന നിർമ്മാണം 1,54,50,000 രൂപ, റോഡ് അറ്റകുറ്റപ്പണികൾക്ക് 2,10,00,000 എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന പ്രധാന പദ്ധതികൾ. ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 66,77,65,706 രൂപ ചെലവും 14,78,13,206 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ് അവതരിപ്പിച്ചത്. ഈ വർഷത്തെ ബഡ്ജറ്റ് ഓപ്പണിംഗ് ബാലൻസ് 5,70,17,216, ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ് 22,69,94,490, ടോട്ടൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് 38,37,54,000, ടോട്ടൽ റെസീപ്റ്റ്സ് 61,07,48,490. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിനായി നെൽകൃഷിക്ക് ഊന്നൽ നൽകി 2,93,63,313 രൂപ ഉൽപാദന മേഖലയ്ക്ക് വകയിരുത്തി. സേവന മേഖല 7,63,96,438 രൂപ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 3,15,25,000 രൂപ.
കുടിവെള്ള പദ്ധതി 25 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ച ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. കൃഷി, പാർപ്പിടം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം എന്നിവയ്ക്ക് ഊന്നൽ നൽകി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 45 കോടി 96 ലക്ഷത്തി 52,094 രൂപ വരവും 45 കോടി 53 ലക്ഷത്തി 17,000 രൂപ ചെലവും 43 ലക്ഷത്തി 35,094 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അവതരിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൌമി പ്രസാദ്, KK അജിതകുമാരി, ഐഷ ബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാള പരനാട്ടുകുന്ന് മതിലകത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുന്നത്തുകാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കാളകളി, മേളവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ താറം എഴുന്നള്ളിപ്പ്, തുടർന്ന് ദീപാരാധന, കാളകളി, തായബക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാർച്ച് 8-ന് നടതുറപ്പ് മഹോത്സവം ആഘോഷിക്കും. ഇന്ന് ഹോളി. മാള നെയ്തക്കുടി ശ്രീ കണ്ണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മഞ്ഞക്കുളി മഹോത്സവം ആഘോഷിച്ചു. വഞ്ചിയെടുപ്പ്, ശിങ്കാരിമേളം, കാവടി, വഞ്ചി എഴുന്നള്ളിപ്പ്, മഞ്ഞക്കുളി എന്നിവ നടന്നു. ഫാദർ പോൾ കൊടിയൻ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റ് മാർച്ച് 6, 7, 8 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഫാദർ പോൾ കൊടിയൻ മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റ് പടനായക വോളിബോൾ എന്നറിയപ്പെടുന്ന കോട്ടമുറിയിലെ സെന്റ് തെരേസസ് കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഇലഞ്ഞിപ്പള്ളി അരീനയിൽ മാർച്ച് 6, 7, 8 തീയതികളിൽ വളരെ ആവേശപൂർവ്വം ആരംഭിക്കുകയാണ്. അതിൻ്റെ വിളംബര ജാഥ 6-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മാളയെ അറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച ഫാദർ പോൾ കൊടിയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്നേഹഗിരി ആശ്രമ ദേവാലയത്തിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ദീപശിഖ പ്രയാണമായി. കേരളത്തിലെ പ്രമുഖ കോളേജ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് കോളേജ് ഗ്രൗണ്ടിലെ ഇലഞ്ഞിപ്പള്ളി അറേനയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിന്റെ മുന്നോടിയായി 6-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ദീപശിഖ പ്രയാണം ഫാദർ പോൾ കൊടിയൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്നേഹഗിരി തിരുഹൃദയ ദേവാലയത്തിൽ നിന്നും ഡയറക്ടർ ഫാദർ ആന്റണി പറമ്പൻ CMA തിരിതെളിയിക്കും. ദീപശിഖ പ്രയാണം കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് കോളേജ് ഗ്രൗണ്ടിൽ ടൂർണമെന്റ് ചെയർമാനും സെന്റ് തെരേസസ് കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ ഫാദർ വിൽസൺ തറയിൽ ദീപശിഖ ഏറ്റുവാങ്ങുന്നു. തുടർന്ന് ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ റെജി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ജോളി വടക്കൻ, MG ടോമി, KP ആന്റണി എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തുമായി യോജിപ്പിക്കുന്ന പന്തല്ലൂർ കുണ്ടൂക്കടവ് റെഗുലേറ്റർ കം
ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പന്തല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി. കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷനുമായി. BJP പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രജത് നാരായണൻ, നേതാക്കളായ രാമദാസ് വയലൂർ, വിജു തച്ചങ്കുളം, ഡേവിസ് ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. സർവീസ് ചട്ടം ലംഘിച്ച് പോലീസ് സ്റ്റേഷനിൽ ആന എഴുന്നള്ളിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനും എറണാകുളം പോലീസ് കമ്മീഷണർ ഓഫീസിനുമെതിരെ പരാതി. 1960 സർവീസ് ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് മൃഗസ്നേഹി സംഘടനാ പ്രവർത്തകനായ VK വെങ്കിടാചലമാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കടക്കം പരാതി നൽകിയത്. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ആനയെ എഴുന്നള്ളിച്ച് മേളം നടത്തുന്നതും യൂണിഫോമിട്ട ഉദ്യോഗസ്ഥർ പറ ചൊരിയുന്നതുമാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കേരള ആഭ്യന്തര സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, CCF സോഷ്യൽ ഫോറസ്ട്രി എറണാകുളം, PCCF സോഷ്യൽ ഫോറസ്ട്രി തിരുവനന്തപുരം, തൃശൂർ, കൊച്ചി, പാലക്കാട് ജില്ലാ കളക്ടർമാർ, തൃശൂർ, എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ചാലക്കുടി മേലൂരിൽ നിന്നും 800 ലിറ്റർ വാഷ് പിടികൂടി. മേലൂർ പിണ്ടാണിയിലുള്ള വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കാട് പിടിച്ചു കിടക്കുന്ന കുളക്കരയിൽ 750 ലിറ്ററിന്റെ 2 ഡ്രമ്മുകളിലായി കുഴിച്ചിട്ട നിലയിലാണ് 800 ലിറ്റർ വാഷ് ചാലക്കുടി എക്സൈസ് കണ്ടെടുത്തത്. ഉദ്ദേശം 20 ഏക്കറോളം വരുന്ന വിന്റേജ് ഫാമിൽ വിവിധ ജില്ലകളിൽ നിന്നും കാപ്പക്കേസിലെ പ്രതികൾ ഒളിച്ചു താമസിക്കുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. വിന്റേജ് ഫാമിൽ നിന്നും കഴിഞ്ഞ മാസം മലക്കപ്പാറ അടിച്ചിൽ തൊട്ടി സ്വദേശി ചന്ദ്രൻ എന്നയാളെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പരിപാടിയുടെ സമാപനമായാണ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചത്. മികച്ച പ്രകടനം നടത്തിയ വിദ്യാലയങ്ങൾക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അൻസാമോൾ, സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, ജിസ്നി ഷാജി, ഷാഹിർ പഴുമ്പറമ്പിൽ, ദമയന്തി ദാസൻ, നസീമ പുതിയവീട്ടിൽ, ജിഷ ഉണ്ണി, സീന ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തുന്ന 57-കാരിയെ വീട്ടിൽ കയറി ആക്രമിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും കവർന്നു. യുവതികളടക്കമുള്ള 8-അംഗ സംഘം പിടിയിൽ. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം ബാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.